Hello, my dear students. Welcome to my channel. Today, discuss about some EVS question paper. Okay. First question. Write the names of these vegetables from the box. ഈ ഒരു ബോക്സിൽ കുറച്ച് വെജിറ്റബിൾസിൻ്റെ നെയിംസ് കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ പിക്ചറും കൊടുത്തിട്ടുണ്ട്. അവിടെ തെറ്റിയ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിന് നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് എന്താണ്? ടൊമാറ്റോ. ടൊമാറ്റോ എവിടെ? ഇതിലെവിടെ ടൊമാറ്റോ? അപ്പോൾ എല്ലാവരും പേര് എഴുതാൻ പഠിച്ചിട്ട് പോവണം. ടൊമാറ്റോ ഇത് നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതി കൊടുക്കുക. ക്യാരറ്റ്. ക്യാരറ്റ് എവിടെ പോയി? ക്യാരറ്റ്. ഓക്കെ അല്ലേ? എല്ലാവരും സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചിട്ട് പോവണം കേട്ടോ. ബ്രിഞ്ചൾ. ബ്രിഞ്ചൾ. പംകിൻ. പംകിൻ. ഓക്കെ. പൊട്ടാറ്റോ. ഓക്കെ. 10 മാർക്കാണ്. ഓരോന്നിനും 2 മാർക്കാണ് കേട്ടോ. നെക്സ്റ്റ്, മാച്ച് ദ അനിമൽസ് ആൻഡ് ദ യങ് വൺസ്. അനിമൽസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നേരെ വരച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇവിടെ ക്യാറ്റ് ഉണ്ട്. ക്യാറ്റിൻ്റെ കുഞ്ഞാവ് എവിടെ പോയി? കിറ്റൺ. ദാ ഡ്രോ ദ ലൈൻ. ഓക്കെ. കൗ. കാഫ്. ഓക്കെ. ഇനി ഡീർ. ഫാൺ. ഡോഗ്. പപ്പി. ചീറ്റ. കബ്. ഈസി അല്ലേ? ഇത് കണ്ടറിയില്ലേ ആരുടെയൊക്കെ കുഞ്ഞുങ്ങളാണെന്ന് നമുക്കറിയുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കുക. 10 മാർക്ക് സ്കോർ ചെയ്യാം നമുക്ക്. സിമ്പിളല്ലേ? സ്പെല്ലിംഗ് ഒക്കെ പഠിച്ചിട്ട് പോവണേ. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് ഹെൽപ്പേഴ്സ്. ഹെൽപ്പേഴ്സിനെ കുറിച്ച് നമ്മൾ GK പഠിച്ചതാണല്ലേ. അപ്പോൾ സ്പെല്ലിങ് പഠിക്കണം കേട്ടോ. എഴുതി കൊടുക്കാനാണ്. ടീച്ചർ ആൻഡ് കുട്ടികളും ഉണ്ട് അല്ലേ ഇവിടെ. ടീച്ചറും ചിൽഡ്രനും ഉണ്ട്. അപ്പോൾ ടീച്ചർ. ഇവിടെ ഒരു മരപ്പണിക്കാരനുണ്ട്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ആശാരിക്ക്. കാർപ്പൻ്റർ. ഡോക്ടർ. ഡ്രൈവർ. ഓക്കെ. ഇനി നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യനുകളാണ്. വിച്ച് ബേർഡ് ക്യാൻ ഫ്ലൈ ഹൈ? നല്ല ഉയരത്തിൽ പറക്കാൻ കഴിയണത് അല്ലേ. ഈഗിൾ. അപ്പോൾ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. വിച്ച് ബേർഡ് ക്യാൻ നോട്ട് ഫ്ലൈ? ഇവിടെയൊക്കെ കുറച്ച് പക്ഷികളുണ്ട്. പീജിയൻ ഉണ്ട്, പെൻഗ്വിൻ ഉണ്ട്, ക്രോൺ ഉണ്ട്, സ്പാരോ ഉണ്ട്. ഇതിലാർക്കും ഒരാൾക്ക് പറക്കാനേ കഴിയില്ല. ആർക്കാണ്? നമ്മൾ പഠിച്ചതാണല്ലോ. പറഞ്ഞേ ആരിക്കാ? ഏത് പക്ഷിക്കാ പറക്കാൻ കഴിയാത്ത? കാനോട്ട് ഫ്ലൈ. പെൻഗ്വിൻ. ടിക്ക് ചെയ്യുക, സ്കോർ ചെയ്യുക അല്ലേ. 4 സ്കോറാണ് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് വൺ ഈസ് എ റെപ്പിറ്റെയിൽ? മോസ്കിറ്റോ ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, വാസ്പ് ഉണ്ട്, ടോട്ടോയിസ് ഉണ്ട്. ഇതിലൊരു റെപ്പിറ്റെയിൽ ഉണ്ട്. റെപ്പിറ്റെയിൽ മീൻസ് ഇഴജന്തു അല്ലേ. ഇവരൊക്കെ പ്രാണികളാണ് അല്ലേ. ഇൻസെക്റ്റ് ആണ്. അപ്പോൾ ആരാണ് റെപ്പിറ്റെയിൽ? ടോട്ടോയിസ്. അപ്പോൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വിച്ച് വൺ ഈസ് എ സമ്മർ ക്ലോത്ത്? ഇതിലേതാണ് സമ്മർ ക്ലോത്ത്? സമ്മർ സീസണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? യെസ്, 4 സ്കോർ ചെയ്തു അല്ലേ. ഇനി കുറച്ച് ഓറൽ ക്വസ്റ്റ്യനുകളാണ്. സിമ്പിളാണ്. ഓരോന്നിനും 2 മാർക്ക് വീതമാണ് അല്ലേ. ചോദിക്കട്ടെ ടീച്ചർ. വിച്ച് ഡേ വി സെലിബ്രേറ്റഡ് ചിൽഡ്രൻസ് ഡേ? ചിൽഡ്രൻസ് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യണത്. എല്ലാവരും പറഞ്ഞേ. നവംബർ 40. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡേ വി സെലിബ്രേറ്റ് ഗാന്ധി ജയന്തി? ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചതാണല്ലേ. ഗാന്ധി ജയന്തി October 2. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ്, വിച്ച് ഡേ വി സെലിബ്രേറ്റഡ് ക്രിസ്മസ്? സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ അല്ലേ നമ്മൾ. എന്നാണ് ക്രിസ്മസ്? December 25. അപ്പോൾ 2 മാർക്ക് വീതം നമ്മൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. 6 മാർക്കായി. അപ്പോൾ 3 ക്വസ്റ്റ്യനും കൂടെ അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആവട്ടെ. ഓൾ ദ ബെസ്റ്റ്.